ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോഷകഘടകമായ SKSR സംസ്ഥാന കമ്മിറ്റി തന്നെ ഉസ്താദിന്റെ പേരിൽ അനുസ്മരണം, അതോടൊപ്പം തന്നെ ഒരു സെമിനാറും ദുആ മജ്ലിസും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ബഹുമാന്യനായ കേരളത്തിന്റെ പ്രഗത്ഭനായ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സാഹിബ് ഏറെ തിരക്കിനിടയിൽ ഉസ്താദിനോടുള്ള ബന്ധവും ഈ പരിപാടിയോടുള്ള ആ ഒരു പ്രതിബദ്ധതയും, പ്രത്യേകിച്ച് സമസ്ത ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷകഘടകങ്ങളൊക്കെ പ്രവർത്തനങ്ങളും എന്നും വളരെ ആത്മാർത്ഥമായി പിന്തുണ അർപ്പിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളവർക്ക് സിദ്ദീഖിന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് മാറ്റുകൂട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മന്ത്രി, നമ്മുടെ കോഴിക്കോട്ടിന്റെ നേതൃനിരയിൽ പ്രമുഖനായിട്ടുള്ള ബഹുമാന്യ ഡോക്ടർ MK മുനീർ സാഹിബ് ഈ വേദിയിൽ എത്തിച്ചേർന്നു. വളരെ പ്രൗഢമായിട്ടുള്ള ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവിടെ നിർവഹിക്കപ്പെട്ടു. ഇനി നമുക്ക് കാത്തിരിക്കുന്ന പ്രഭാഷണങ്ങളിലേക്ക് ഈ വേദി വഴിമാറേണ്ടതുണ്ട്. ഉസ്താദിന്റെ വഫാത്ത് സന്ദർഭത്തിൽ ഉസ്താദിന്റെ ജനാസ സന്ദർശിച്ചവരാണ്, കണ്ടവരാണ് ഈ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 2 വർഷത്തോളമായി പ്രായാധിക്യം, അതോടൊപ്പം അനാരോഗ്യം കാരണം വിശ്രമത്തിലായിരുന്ന ഉസ്താദ്, അദ്ദേഹത്തിന്റെ വഫാത്ത് ജനാസ കടക്കുന്ന ആ ഒരു പുഞ്ചിരി തൂകുന്ന മുഖവുമായി, ഒരു 40-കാരന്റെ അല്ലെങ്കിൽ ഒരു 50-കാരന്റെ ആ ഒരു ശരീരവും ആ മനസ്സും ആ മുഖവും, ആ സ്ഫുരിക്കുന്ന ആ മുഖം അത് തന്നെ സാക്ഷ്യപ്പെടുത്തിയാണ്. അധികമൊന്നും ഉസ്താദിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ മുഖം സാക്ഷ്യപ്പെടുത്തുന്നു. ഉസ്താദിന്റെ ജനാസ കണ്ടിട്ടുള്ള ഓരോരുത്തരും അത്ഭുതം കൂറുകയാണ്. ഇത് വല്ലാത്ത ഒരു മനുഷ്യനാണ്. അള്ളാഹു തൃപ്തിപ്പെട്ടു, പൊരുത്തപ്പെട്ടു എന്നുള്ളതിന് വേറെ ഒന്നും ഇനി ആവശ്യമില്ല. ഈ വജ്ഹ്, ഈ മുഖം അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഉസ്താദിന്റെ ആ പാത പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ ദീനിനു വേണ്ടി, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി, നമ്മുടെ അവസാന ശ്വാസം വരെയും അതിനുവേണ്ടി നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.